പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കാൻ കമ്മീഷനെ നിയോഗിക്കാനുള്ള സർക്കാർ പ്രഖ്യാപനം വരുമ്പോൾ മലപ്പുറം ജില്ലാ വിഭജനം കൂടി സജീവ ചർച്ചയാവുകയാണ്. 47 ലക്ഷത്തോളം ജനസംഖ്യയും വലിയ വിസ്തൃതിയുമുള്ള ജില്ല വിഭജിക്കപ്പെടണം എന്നുള്ളത് ഏറെ നാളായി ഉയരുന്ന ആവശ്യമാണ്. എന്തുകൊണ്ട് മലപ്പുറം ജില്ല വിഭജിക്കണം? സാധ്യതകൾ എങ്ങനെയൊക്കെ നമുക്ക് പരിശോധിക്കാം. ജനസംഖ്യയിൽ ഒന്നാമതുള്ള ജില്ല, വിസ്തൃതിയിൽ മൂന്നാമത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം നിയമസഭാ മണ്ഡലങ്ങൾ, 94 ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെ ഏറ്റവും അധികം തദ്ദേശ സ്ഥാപനങ്ങൾ. ജില്ല രണ്ടായി വിഭജിക്കണമെന്ന് രാഷ്ട്രീയ സംഘടനകളും വിവിധ സാമുദായിക സംഘടനകളുമെല്ലാം നേരത്തെ തന്നെ ഉന്നയിച്ച ആവശ്യമാണ്. 2019 അന്ന് MLA ആയിരുന്ന KNA ഖാദർ തന്നെ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചിട്ടുണ്ട്. തിരൂർ ആസ്ഥാനമാക്കിയ ഒരു ജില്ല എന്നതായിരുന്നു ആശയം. എന്നാൽ മലപ്പുറമോ തിരൂരോ എന്നുള്ളതല്ല, ജനങ്ങളിലേക്ക് ജനസംഖ്യ ആനുപാതികമായി സേവനങ്ങളും സൗകര്യങ്ങളും എത്തുക എന്നുള്ളതാണ് പ്രധാനമെന്നും KNA ഖാദർ ആവർത്തിക്കുന്നുണ്ട്. വികസനം ജനസംഖ്യാനുപാതികമാകണം എന്നാണ്. സന്തുലിത വികസനം വരണമെങ്കിൽ ജനസംഖ്യാനുപാതികമാകണം. അതായത് ഇപ്പോൾ 3.5 കോടി മനുഷ്യരുണ്ട്. ഗവൺമെന്റിന്റെ കയ്യിൽ 3.5 കോടി റുപ്യയുടെ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ ഓരോ റുപ്യ ഒരാൾക്ക് കിട്ടണം. അതാണ് ജനസംഖ്യാനുപാതികം. അപ്പം അതുകൊണ്ട് ഒരു ജില്ല ഫോം ചെയ്യണമെങ്കിൽ മിനിമം ഇത്ര പോപ്പുലേഷൻ വേണം, മാക്സിമം ഇത്ര പോപ്പുലേഷൻ ആകാം എന്നതിനെ സംബന്ധിച്ച് ഒരു തീരുമാനം ആവശ്യമാണ്. അത് മലപ്പുറം ജില്ലാ വിഭജനം എന്നുള്ളതൊന്നും അല്ല പ്രശ്നം. കേരളത്തിൽ 3-4 പുതിയ ജില്ലകൾക്കുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ജില്ലാ വിഭജനം എന്ന ആശയം ഉയരുമ്പോൾ അതെങ്ങനെ പ്രാവർത്തികമാകുമെന്നാണ് ഉയരുന്ന ചോദ്യം. ഭൂപ്രകൃതി, ജനസംഖ്യ, യാത്രാക്ലേശം തുടങ്ങിയവ പരിഗണിച്ച് തിരൂർ ആസ്ഥാനമായ ഒരു ജില്ലയാണ് പ്രധാനമായും മുന്നോട്ട് വരുന്നത്. മലപ്പുറം ജില്ലാ വിഭജനം എന്ന ചർച്ച തുടങ്ങിയപ്പോൾ വിഭാഗീയമായ ആരോപണങ്ങൾ ഉയർത്തി ചില കോണുകളിൽ നിന്ന് എതിർപ്പും ശക്തമായിരുന്നു. എന്നാൽ അത്തരം എതിർപ്പുകളൊന്നും അടിസ്ഥാനമില്ലെന്നും ഇത് നാടിൻ്റെ പൊതുവികസന പ്രശ്നമായി കാണണമെന്നും മറുകോണിൽ നിന്നും അഭിപ്രായം പ്രകടമാകുന്നു. ഇപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ട ഉടനെ പുതിയ ജില്ല വരില്ലല്ലോ. ഒരു നല്ല പഠനം നടത്തി ഏതെല്ലാം പ്രദേശങ്ങൾ ചേർക്കണം, അപ്പോൾ എത്ര പോപ്പുലേഷൻ ഉണ്ടാവും, അതുകൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരും, ഈ വക കാര്യങ്ങളെക്കുറിച്ചൊക്കെ പരിശോധിച്ചിട്ട് ആ കമ്മീഷൻ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടില്ലേ, ആ റിപ്പോർട്ട് ജനങ്ങളോട് ചർച്ച ചെയ്തിട്ടല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ പ്രശ്നങ്ങൾ തീരും, ഇപ്പോഴത്തെ ആശങ്കകൾ ഒഴിവാകും. പുതിയ ജില്ല രൂപീകരിക്കുകയാണെങ്കിൽ പാലക്കാട്, തൃശൂർ ജില്ലകളിലെ ഉയർന്ന ജനസംഖ്യയുള്ള പ്രദേശങ്ങളും കൂട്ടിച്ചേർക്കുന്നതും നിർദ്ദേശങ്ങളായുണ്ട്. മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന തിരൂർ സബ് കളക്ടർ ദിലീപ് കൈനിക്കര നിർദ്ദേശിച്ചതും വലിയ ചർച്ചയായിരുന്നു. ഭരണപരമായ പുരോഗതിക്കുള്ള നിക്ഷേപമാകും ജില്ലാ വിഭജനമെന്നായിരുന്നു സബ് കളക്ടറുടെ അഭിപ്രായം. 1969 ജൂൺ 5-നാണ് മലപ്പുറം ജില്ല രൂപീകരിക്കുന്നത്. അന്ന് 14 ലക്ഷത്തിലേറെയായിരുന്നു ജനസംഖ്യ. ഇന്നത് 3 ഇരട്ടിയിലേറെയായിരിക്കുന്നു. ജില്ലാ വിഭജനം സർക്കാർ ഗൗരവമായി കാണുന്നുണ്ട്. സംശയങ്ങളേറെ ദൂരീകരിക്കാനുമുണ്ട്. അതാണ് കമ്മീഷന്റെ ദൗത്യവും. അനീസ് തോട്ടയ്ക്കാനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.